സംസ്ഥാനത്ത് ഇത്തവണ അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. നേമം, കഴക്കൂട്ടം, കാസർഗോഡ്, മഞ്ചേശ്വരം സീറ്റുകളിലാണ് വലിയ പ്രതീക്ഷ. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച വിജയം ഉറപ്പാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം NDAക്ക് അനുകൂല വോട്ടായി മാറിയെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. പ്രമുഖ സ്ഥാനാർത്ഥികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 70 വർഷക്കാലം LDFും UDFും മാറി മാറിയുള്ള ജനപ്രതിനിധികളായിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. നാടിന് വേണ്ടി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അവരുടെ ദയനീയ പരാജയം ഇന്ന് വോട്ടർമാർ മുന്നിൽ കാണുകയാണ്. അതാണ് എൻ്റെ വിജയത്തിൻ്റെ ശുഭപ്രതീക്ഷ. വളരെ നല്ല പ്രതീക്ഷയല്ല, അതൊക്കെ നാളെ ഉണ്ടല്ലോ. എണ്ണം പറയും. ദേശീയ ജനാധിപത്യ സഖ്യത്തിനും BJPക്കും അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തുണ്ടാവും. ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, വലിയ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ പൊളിഞ്ഞടുങ്ങിയതാണ്, 14% ചുരുങ്ങി. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 19%-ലെങ്കിലും വോട്ട് വിഹിതം ഉയർത്തണം NDAക്ക്. 2020 കുറച്ച് സീറ്റ് കൊണ്ടുപോയി. പക്ഷേ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒരു 2-3 സീറ്റുകളിലെങ്കിലും വിജയിച്ച് കയറിയാൽ വോട്ട് വിഹിതം ഉയർത്തിയില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖരനും സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്രത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാം. ആ പ്രതീക്ഷയിലാണോ NDA? അരുൺ, ഡു ഓർ ഡൈ, അതാണ് NDA ക്യാമ്പിനെ സംബന്ധിച്ച ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ്. മുൻപ് നിയമം കിട്ടിയപ്പോൾ ഒരു ഞെട്ടലും അത്ഭുതമൊക്കെ ഉണ്ടായിരുന്നു. അത് പോയപ്പോഴും സമാനമായ അനുഭവം തന്നെയായിരുന്നു NDA ക്യാമ്പിൽ ഉണ്ടായത്. പക്ഷേ ഇക്കുറി അത് അങ്ങനെയല്ല. ഉറപ്പിച്ച സീറ്റുകൾ ഉണ്ട് എന്ന് തന്നെയാണ് NDA ക്യാമ്പ് പറയുന്നത്. അതായത് ഒരിക്കൽ CPM V ശിവൻകുട്ടിയെ മുൻനിർത്തി പൂട്ടിച്ച നേമം സീറ്റ് അടക്കം 7 സീറ്റുകളിൽ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് BJP ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത്. നേമമുണ്ട്, കഴക്കൂട്ടമുണ്ട്, തിരുവനന്തപുരം സെൻട്രൽ, അതായത് 3 മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുണ്ട്. മറ്റൊന്ന് ചാത്തന്നൂരാണ്, പാലക്കാടുണ്ട്, മഞ്ചേശ്വരമുണ്ട്, കാസർഗോഡുണ്ട്. ഇങ്ങനെ 7 മണ്ഡലങ്ങളിൽ ശുഭപ്രതീക്ഷയാണ് BJPക്കുള്ളത്. അതേസമയം 32 A ക്ലാസ് മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുകയും അതിൽ 20 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. മാത്രമല്ല, സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രാജീവ് ചന്ദ്രശേഖർ എത്തിയ ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഏറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. നേമത്തെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിത്വവുമായി രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴും വലിയ വിവാദങ്ങൾ പാർട്ടിയിൽ ഉടലെടുത്തു. അതുകൊണ്ട് തന്നെ ഇക്കുറി ഒരു സീറ്റും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പതിവ് പോലെ ഒരു ശൂന്യതയിലേക്കാണ് ഇക്കുറിയും പോക്കെങ്കിൽ അത് സംസ്ഥാന അധ്യക്ഷ പദത്തെ മാത്രമല്ല BJPയുടെ സംഘടനാ തലത്തിലുള്ള അഴിച്ചുപണിയിലേക്ക് വരെ അത് നയിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച ഈ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ വലിയ ഒരുക്കങ്ങൾ നടക്കുന്നതും. 1-ലധികം സീറ്റുകൾ എന്തായാലും ഉറപ്പിച്ച് തന്നെയാണ് BJP മുന്നോട്ടേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് 2-3 സീറ്റുകളെങ്കിലും ഉറപ്പിച്ച് തന്നെയാണ് BJP നിലനിൽക്കുന്നത്. മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് വിഹിതം അടക്കം വർദ്ധിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് BJP ഇക്കുറി പ്രതീക്ഷിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. NDAയും വലിയ ആത്മവിശ്വാസത്തിലാണ്.